നമസ്കാരം. കാൺപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കി ഇന്ത്യ. മഴ കാരണം 3 ദിവസത്തെ കളി ഏതാണ്ട് പൂർണ്ണമായും നഷ്ടമായിട്ടും വെറും 2 ദിവസം കൊണ്ട് 7 വിക്കറ്റ് ജയം സ്വന്തമാക്കാനായി. ആദ്യ ദിനം 35 ഓവർ മാത്രം മത്സരം നടന്ന ടെസ്റ്റിൽ 2-3 ദിനങ്ങളിൽ ഒറ്റ പന്ത് പോലും എറിയാനാകാതെ പൂർണ്ണമായും നഷ്ടമായിരുന്നു. പിന്നീട് മത്സരം സമനിലയിലാക്കാൻ ശ്രമിക്കാതെ ഇന്ത്യ ആക്രമിച്ച് കളിക്കുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ റെക്കോർഡ് വേഗത്തിലായിരുന്നു ഇന്ത്യ സ്കോർ ചെയ്തത്. 4-5 ദിവസങ്ങളിൽ ബംഗ്ലാദേശിനെ 2 വട്ടം പുറത്താക്കിയ ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ വിജയലക്ഷ്യമായി 95 റൺസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അഞ്ചാം ദിനം ലഞ്ചിനു ശേഷം 3 വിക്കറ്റ് നഷ്ടത്തിൽ അനായാസം രോഹിതും സംഘവും ലക്ഷ്യത്തിലെത്തി. ജയത്തോടെ 2 മത്സര പരമ്പര 2-0 തൂത്തുവാരിയ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രതീക്ഷകൾ സജീവമാക്കി. 26-2 എന്ന സ്കോറിൽ അവസാന ദിനം ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് 146 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. 3 വിക്കറ്റുകൾ വീതം നേടിയ ബുംറയും ജഡേജയും അശ്വിനും ചേർന്നാണ് ബംഗ്ലാദേശ് ബാറ്റിംഗ് നിര എറിഞ്ഞൊതുക്കിയത്. മുഷ്ഫിഖുർ റഹീമിന് മാത്രമാണ് അല്പമെങ്കിലും ചെറുത്തു നിൽക്കാനായത്. 10ാം വിക്കറ്റായി 63 പന്തിൽ 37 റൺസ് നേടിയ മുഷ്ഫിഖുർ പുറത്തായി. ഇതോടെ ഇന്ത്യ മത്സരം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. 95 റൺസ് ആയിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. ഇന്ത്യ സ്കോർ പിന്തുടർന്നെത്തിയ ഇന്ത്യക്ക് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത്. ഋഷഭ് പന്തും വിരാട് കോഹ്ലിയും പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലെത്തിച്ചു.